ഒരു മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് കണ്ടൊരു സിനിമയാണ് തണ്ടേൽ. ചന്തു മൊണ്ടേറ്റിയുടെ ഡയറക്ഷനിൽ സായ് പല്ലവിയും നാഗ്ചൈതന്യയൊക്കെ അഭിനയിച്ച ഒരു തെലുഗു റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. DSPയുടെ മ്യൂസിക് ആയതുകൊണ്ടായിരിക്കാം സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ കാണാനും ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ സിനിമ ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു മത്സ്യബന്ധന തൊഴിലാളിയായ നായകന്റെ വീരശൂര പരാക്രമങ്ങളുടെ കഥയാണെങ്കിൽ പോലും നായകന്റെ റൊമാൻസിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ 100 കോടി കളക്ഷൻ നേടിയ ഈ മൂവിയിൽ നാഗ്ചൈതന്യക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു ലുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അഭിനയം ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കണ്ടത് ഈ മൂവിയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. സത്യത്തിൽ ക്രിഞ്ച് എന്നൊരു വാക്കിന് ഇതിൽ മാത്രമായിട്ടൊരു എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 9 മാസം കടലിൽ മത്സ്യബന്ധനത്തിന് പോയ നായകൻ തിരിച്ചു വരുന്നത് വരെ നോൺ വെജ് കഴിക്കാതിരിക്കുന്ന നായികയും അവരുടെ ഇടയിലെ കോൺവെർസേഷൻസും ഒക്കെയാണ് ഫസ്റ്റ് ഹാഫ് മുഴുവൻ കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് സത്യത്തിൽ കഥ ആരംഭിക്കുന്നത്. അവിടെ തൊട്ടാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് തോന്നിയത്. പക്ഷേ എല്ലാ ഇന്ത്യ പാക് ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്ന സിനിമകളിലെ പോലെ തന്നെ കുറച്ച് സീൻസ് റെപ്പറ്റീഷൻ വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഒരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണെന്നുള്ളത് ക്ലൈമാക്സിൽ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഈ മൂവിയിലെ ഡാൻസും സോങ്സും ഫൈറ്റ് സീൻസും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു.